ഹായ് ഡിയേഴ്സ്, എന്തൊക്കെ എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നോ? മുത്തുമണികളെ, ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിഡ്ലൻ സ്നാക്ക് റെസിപ്പി കേട്ടോ. അപ്പോൾ സ്നാക്കായിട്ടോ അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ്. ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിത് അപ്പോൾ ഇവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയ സൈസ് ബ്രെഡ് ആയിരുന്നു കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനൊരു 10 ബ്രെഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ബ്രെഡ് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 10 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണോളം വരുന്ന ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിലോ നെയ്യോ ഏതെങ്കിലും ഒന്ന് എടുക്കുക കേട്ടോ, എന്നിട്ട് കുറച്ച് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ബട്ടറാണ് എടുത്തിട്ടത്. ബട്ടർ ഒന്ന് മെൽറ്റായി വന്ന സമയത്ത് ബ്രെഡ് ഓരോന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. അപ്പോൾ 10 ബ്രെഡ് മുഴുവനായിട്ട് ഇതിലേക്ക് വെക്കാൻ പറ്റില്ല, അതുകൊണ്ട് 2 ട്രിപ്പായിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ പാൻ ഇതുപോലെ ഫ്ലെയിം തട്ടുന്ന രീതിയിൽ ഒന്ന് നീക്കി വെച്ച് കൊടുത്തിട്ട് വേണം ഇത് നമ്മളൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാനും വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നടുവിലെ മാത്രം പെട്ടെന്ന് ആയി കിട്ടും, സൈഡിലുള്ളതൊന്നും ആയി കിട്ടൂല. അപ്പോൾ നമ്മളിതൊന്ന് പാനൊന്ന് ജസ്റ്റ് നീക്കി വെച്ച് കൊടുത്തിട്ട് ഫ്ലെയിം കിട്ടുന്ന രീതിയിൽ, എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡായിട്ടുണ്ട്. ഇനി ഞാനിത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. തിരിച്ചിട്ടിട്ട് കുറച്ച് നേരം വെക്കുമ്പോൾ തന്നെ അത് റെഡി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിത് പാനിൽ നിന്ന് എടുത്ത് മാറ്റാം. പാനിൽ നിന്ന് എടുത്ത് മാറ്റിയ ശേഷം നമുക്കിത് ഒന്ന് അങ്ങ് ആറിയ ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് ഇഷ്ടമുള്ള വലുപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു വലുപ്പത്തിലുള്ള പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് വലുപ്പത്തിൽ കട്ട് ചെയ്യേണ്ട, കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഓയിൽ എടുക്കുന്നത് നല്ലത് കേട്ടോ. വെളിച്ചെണ്ണയ്ക്ക് പകരം ഓയിൽ തന്നെ എടുക്കുക, ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. അതിലേക്ക് ഞാനൊരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. ഇപ്പം ഞാനൊരു 4 എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം കേട്ടോ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കുക. ഇനി ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. ഉപ്പൊന്നും ചേർക്കാതെയാണ് ഞാനതൊന്ന് ചിക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് അങ്ങ് കുഞ്ഞു പീസാക്കാതെ ഇതുപോലെ കുറച്ച് വലിയ പീസായിട്ട് വേണം ഇതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാനായിട്ട്. ഞാനിതപ്പോൾ മുഴുവനായിട്ടും സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. അത് പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നിട്ട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിലിനൊന്നും പ്രത്യേകിച്ച് ഒരളവൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് എത്രത്തോളം വേണം നോക്കിയിട്ട് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഓയിലൊന്ന് ചൂടായി വന്ന സമയത്ത് 1/2 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് ഞാൻ കൊടുത്തിട്ടുള്ളത്. ചതച്ച് ചേർക്കാൻ പറ്റുന്നുള്ളവർ ചതച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ പേസ്റ്റ് കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ എളുപ്പപ്പണിക്ക് ഞാൻ അങ്ങനെ പേസ്റ്റാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് അത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് നല്ലപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഞാനിതിലേക്ക് ഒരു സവാള കുനുകുനാന്ന് കട്ട് ചെയ്തിട്ട് അതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു വലിയ സവാള തന്നെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കളറൊന്നും ചേഞ്ചായി വരണ്ട, നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. ആ സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി കാശ്മീരിയാണ് എടുത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ വീതം ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂണോളം ചിക്കൻ മസാലപ്പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനായിട്ട് ഇതിലേക്ക് പച്ചമുളകൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ എരിവിനായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ള പൊടികൾ എൻ്റെ ഒരു എരിവിനനുസരിച്ചാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പൊടികളുടെ പച്ചമണം നല്ലപോലെ പോകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. നല്ലപോലെ പോയ ശേഷം മാത്രം ഞാനിതിലേക്ക് ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ കഷ്ണം കുനുകുനാന്ന് കട്ട് ചെയ്തതും ഒരു ചെറിയ തക്കാളി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വീണ്ടും വഴറ്റിയെടുക്കുന്നുണ്ട്. ഒരുപാടങ്ങ് വെന്തുടഞ്ഞ് വരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാം ഒന്ന് നല്ലപോലെ ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കുക. ശേഷം ഞാനിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 2 3 അല്ലെങ്കിൽ 4 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഒരു 3 ടേബിൾ സ്പൂണോളം ഗ്രീൻ ചില്ലി സോസാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സോസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ റെഡ് ചില്ലി സോസാണ് കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. അതും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡ് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കഴിക്കണം എന്നുള്ളവർക്കാണെങ്കിൽ ഈ വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന ഭാഗം സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം. തിളച്ച് വന്ന ശേഷം ഇതിലേക്ക്
കുറച്ച് മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു കുഞ്ഞു പിടിയോളം മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ഫ്രഷ് മല്ലിയില തന്നെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഞാൻ ചിക്കി എടുത്ത് വെച്ചിട്ടുള്ള മുട്ട കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഫ്ലെയിം നല്ല ഒരു മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിലും വെക്കേണ്ട, ലോ ഫ്ലെയിമിലും വെക്കേണ്ട. നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്ത ശേഷം വീണ്ടും ഞാനിതിലേക്ക് ചേർക്കുന്നത് ചീസാണ്. അപ്പോൾ നിർബന്ധമൊന്നുമില്ല ചേർത്ത് കൊടുക്കണമെന്ന്, പക്ഷേ ചീസ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഏത് ചീസാണോ കയ്യിലുള്ളത് അത് ചേർത്ത് കൊടുക്കുക. ഇന്ന ചീസ് തന്നെ വേണമെന്നൊന്നുമില്ല. സ്ലൈസറി ചീസ് ഉണ്ടെങ്കിൽ അത് 2-3 ഇട്ട് കൊടുത്താലും മതി. ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചീസൊന്ന് മെൽറ്റായി വരുന്നത് വരെ ഒന്നങ്ങ് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ചീസ് മെൽറ്റായി വന്ന ശേഷം നമുക്കിതിലേക്ക് ഉപ്പോ എരിവൊക്കെ പോരാന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക കേട്ടോ. കുറച്ച് ഉപ്പ് പോരാന്ന് തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ചേർത്ത് കൊടുക്കുക. ബ്രെഡും കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ബ്രെഡ് ചേർത്ത് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗ്രേവിയിലുള്ള വെള്ളമൊക്കെ ആ ബ്രെഡ് അങ്ങ് വലിച്ചെടുത്തോളൂ കേട്ടോ. ഈ ബ്രെഡും മസാലയും കൂടി നന്നായിട്ട് യോജിച്ച് ബ്രെഡിലേക്കൊക്കെ നന്നായിട്ട് മസാല പിടിക്കുന്നത് വരെ നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ കൂട്ടുകാർ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഞാനൊരു 2 ദിവസം മുന്നേ ഒരു ലോഡഡ് ബ്രെഡിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കിഡിലെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്, അടിപൊളിയാണ്. കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ഫോട്ടോ ഇതിൻ്റെ ഇടയിലൊന്ന് ആഡ് ചെയ്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ റെസിപ്പിയിലേക്ക് പോവുക. ബ്രെഡൊക്കെ ഞാൻ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ മല്ലിയിലയുടെ ടേസ്റ്റ് നല്ലപോലെ ഇഷ്ടമുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കുറച്ചും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനത് വേറൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ സെർവ് ചെയ്തിട്ട് ഇരിക്കുന്നത് കാണാൻ തന്നെ നല്ല മൊഞ്ചാണ് കേട്ടോ. അടിപൊളിയാണിത് കാണാൻ തന്നെ. കാണാനുള്ള മൊഞ്ച് പോലെ തന്നെയാണിത് കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. നമ്മുടെ മക്കൾസിനൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ ഉണ്ടാക്കി കൊടുക്കാനാണെങ്കിലും അവർക്ക് വയറ് നിറച്ച് കഴിക്കാൻ കൊടുക്കാനായിട്ടാണെങ്കിലൊക്കെ അടിപൊളിയായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഡിന്നറായിട്ടോ ബ്രേക്ക്ഫാസ്റ്റായിട്ട് നമ്മളെപ്പോഴും ഇഡ്ഡലി ദോശയൊക്കെ ഉണ്ടാക്കുന്നതിന് പകരമൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയണം. റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടി വേണേ. ഇതുവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ടുള്ള എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി. എന്നാൽ ശരി, സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം. ബൈ.